20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. മഞ്ചേരി 13-കാരിയെ പലതവണ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ പ്രതിയായ പിതാവിനെ മഞ്ചേരി സ്പെഷ്യൽ പോസ്കോ കോടതി 123 വർഷം കഠിന തടവും 7 ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു. മഞ്ചേരി സ്വദേശിയായ 42-കാരനെയാണ് ജഡ്ജി AM അഷ്റഫ് ശിക്ഷിച്ചത്. 2021 നവംബർ മാസം മുതൽ 2022 മാർച്ച് മാസം വരെയുള്ള കാലയളവിൽ ബാലികയെ പലതവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് എടവണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. ബലാത്സംഗത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമം 376 വകുപ്പ്, പോസ്കോ ആക്ട് 5N, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ സെക്ഷൻ 75 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ. ആദ്യ 3 വകുപ്പുകളിലും 40 വർഷം വീതം കഠിന തടവ്, 2 ലക്ഷം രൂപ വീതം പിഴ എന്നിങ്ങനെയാണ് ശിക്ഷ. JJ ആക്ട് പ്രകാരം 3 വർഷം കഠിന തടവ്, 1 ലക്ഷം രൂപ പിഴ എന്നിങ്ങനെയും ശിക്ഷയുണ്ട്. പിഴയടക്കാത്ത പക്ഷം ഓരോ വകുപ്പുകളിലും 3 മാസം വീതം തടവ് അനുഭവിക്കണം. പ്രതി പിഴയടക്കുന്ന പക്ഷം പിഴ സംഖ്യ മുഴുവനും അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി വിധിച്ചു. മാത്രമല്ല, സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും അതിജീവിതയ്ക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകി. പ്രതി അതിജീവിതയുടെ പിതാവാണെന്നതിനാൽ കേസ് അട്ടിമറിക്കാനും പരാതിക്കാരിയെ സ്വാധീനിക്കാനും ഇടയുണ്ടെന്നതിനാൽ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് തന്നെ വിചാരണ പൂർത്തിയാക്കണമെന്ന് പോലീസ് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളിതുവരെ പ്രതിക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല. റിമാൻഡിൽ കിടന്ന കാലാവധി ശിക്ഷയിൽ ഇളവ് നൽകാനും കോടതി വിധിച്ചു. എടവണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന അബ്ദുൽ മജീദാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തതും കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A സോമസുന്ദരൻ 16 സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു. 17 രേഖകളും ഹാജരാക്കി. പ്രോസിക്യൂഷൻ ലൈസൺ വിംഗിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ N സൽമ, P ഷാജിമോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയക്കും. N4 ന്യൂസ്, മഞ്ചേരി. അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം, ആനന്ദകരമാക്കാം കുടുംബസമേതം. അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക്. ദൃശ്യചാരുതയിൽ ചേലിട്ടൊഴുകുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം. ആകർഷകങ്ങളായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക്. എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ രാത്രി 9 മണി വരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പിഞ്ചോമനകൾ ആർത്തുല്ലസിക്കട്ടെ, സായാഹ്നങ്ങൾ സമ്മോഹനമാകട്ടെ. വരൂ, വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക്. റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക്, ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം, മമ്പാട്.